ഇന്ത്യയുടെ പാർട്ടി ക്യാപിറ്റൽ. ബീച്ചും പാർട്ടിയും പബ്ബും മാത്രമല്ല ഗോവ. ഇവിടെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞുകിടപ്പുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയെ അടക്കി ഭരിച്ച പോർച്ചുഗീസ് സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളും വാസ്തുശില്പ ശൈലിയുമെല്ലാം നിറഞ്ഞതാണ് ഓൾഡ് ഗോവ. പോർച്ചുഗീസ് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിരുന്ന ഓൾഡ് ഗോവ 18-ാം നൂറ്റാണ്ടിലെ പ്ലേഗ് മൂലം പോർച്ചുഗീസുകാർ ഉപേക്ഷിച്ചെങ്കിലും ഗോവയിലെത്തുന്ന സഞ്ചാരികളോട് ഈ സമുച്ചയങ്ങൾക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാന കാഴ്ചയും പുരാതന നിർമ്മിതിയുമാണ് ബോം ജീസസ് ബസലിക്ക. നിർമ്മാണം ആരംഭിച്ച് 1604 പൂർത്തിയാക്കിയ ഈ ക്രിസ്തീയ ദേവാലയം ഇന്ത്യയിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നാണ്. വർഷത്തിലധികം പഴക്കമുള്ള ഈ പള്ളിയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ബസലിക്കയുടെ എതിർവശത്തായി ഗോവയിലെ ഏറ്റവും പ്രസിദ്ധമായ ആർക്കിയോളജിക്കൽ മ്യൂസിയവും കാണാം. ഒരുപാട് ആളുകൾ ഈ മ്യൂസിയവും ചർച്ചും കാണാനായി എത്തുന്നുണ്ട്. ഓൾഡ് ഗോവയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ചരിത്ര നിർമ്മിതിയാണ് അഗോട്ട കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കോട്ടകളിലൊന്നാണ് അഗോഡ ഫോർട്ട്. ഡച്ചുകാരെയും മറാത്തികളെയും പ്രതിരോധിക്കാൻ 1609 പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ കോട്ട. അഗോഡ എന്നാൽ വെള്ളം എന്നാണ് അർത്ഥം. പണ്ടുകാലത്ത് കപ്പലുകളിൽ ശുദ്ധജലം ശേഖരിക്കാനും വിശ്രമിക്കാനുമൊക്കെയായി ഇവിടേക്ക് കപ്പലുകൾ എത്തിയിരുന്നു. ഈ കോട്ടയിൽ തന്നെ ഒരു പുരാതന ലൈറ്റ് ഹൗസും നമുക്ക് കാണാം. പണ്ടുകാലങ്ങളിൽ 7 മിനിറ്റിൽ ഒരിക്കൽ തെളിഞ്ഞിരുന്ന ഈ ലൈറ്റ് ഹൗസ് ഇപ്പോൾ ഓരോ 30 സെക്കൻഡിലും പ്രകാശിക്കുന്നുണ്ട്. ഈ കോട്ടയിൽ നിന്നാൽ കാണുന്ന കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമാണ്. ബീച്ചുകളാൽ നിറഞ്ഞ ഗോവയുടെ മറ്റൊരു കടൽ കാഴ്ച നമുക്കിവിടെ നിന്നും ആസ്വദിക്കാം.